ഈ എമ്പുരാൻ പോലത്തെ സിനിമയൊക്കെ എടുത്തുകൊണ്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി ശ്രദ്ധ നേടാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇവരൊക്കെ കുറേ ഗിമ്മിക്കുകൾ രണ്ടാമത് കട്ട് ചെയ്തിട്ട് ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരെ കൂടെ പിന്നെ ഇടിച്ച് കയറ്റുന്നു. ഇതൊക്കെ ചെയ്തിട്ട് കുറേ കളക്ഷൻ, കുറേ പൈസ, കുറേ പെട്ടെന്നുള്ള കുറച്ച് പണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നല്ലാതെ നല്ലൊരു കലാസൃഷ്ടി ഉണ്ടാക്കാനൊക്കെ ഇവരൊക്കെ പറ്റുമോ? എത്ര നാളിങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും ഇവർക്ക്? എത്ര നാളിങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കും? പിന്നെ മോഹൻലാലിൻ്റെ കേണൽ പദവി പോയാലും ഇല്ലെങ്കിലും പടം 300 കോടിയൊക്കെ ആയാലും ഇപ്പോൾ എന്നെപ്പോലുള്ള പ്രേക്ഷകരൊന്നും ഒരു പുല്ലുമില്ല. നല്ല സിനിമ ഇറങ്ങിയാൽ നമ്മൾ കാണും, നല്ലതാണെന്ന് പറയും, ഇല്ല കൊള്ളത്തില്ലെന്ന് പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവർക്കൊക്കെ എന്തെങ്കിലും കിട്ടിയോ, അവാർഡ് കിട്ടിയോ, കേണൽ പോയോ, കേണൽ എടുത്തോ? എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ചെകുത്താനെതിരെ സംസാരിക്കാൻ പോയ, ചെകുത്താനെതിരെ പണി കൊടുക്കാൻ പോയ ആൾക്കാർക്ക് മുഴുവൻ പണി കിട്ടി. സിദ്ദിഖിനായാലും കുറേ ഒരു ലൈൻ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവസാനം ഇപ്പോൾ മോഹൻലാലിൻ്റെ കേണൽ പദവിക്ക് വരെ ആൾക്കാരിപ്പം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അത് ചെകുത്താൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്തായാലും ചെകുത്താനെ തൊട്ട് കളിച്ചാൽ ഇതാണ് അവസ്ഥ എല്ലാവരുടെയും.